സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനേ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട സഭയെ, തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ കർത്താവ് വീണ്ടും വീണ്ടും അഭിഷേകം ചെയ്ത് അവരെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് കൃപയ്ക്കുമേൽ കൃപ നൽകി ഉയർത്തുന്നു എന്നാണ് തിരുവചനങ്ങൾ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും കണ്ണടച്ച് രണ്ട് കരങ്ങളും തുറന്ന് വലിയ കൃപാഭിഷേകത്തിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ ധ്യാനിച്ച് പാട്ടുപാടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ജെറുസലേം ജെറുസലേം യേശുവിൻ പാദപീഠമേ, ജെറുസലേം ജെറുസലേം യേശുവിൻ പാദപീഠമേ, എഴുന്നള്ളുമ്പോൾ എന്നേശുവാനിൽ എതിരേൽക്കാനൊരുങ്ങാം, എഴുന്നള്ളുമ്പോൾ എന്നേശുവാനിൽ എതിരേൽക്കാനൊരുങ്ങാം, വിശുദ്ധിയെ തികച്ചുകൊണ്ടൊരുങ്ങാം, അതിനെ വരവേൽക്കാം, വിശുദ്ധിയെ തികച്ചുകൊണ്ടൊരുങ്ങാം, അതിനെ വരവേൽക്കാം. എല്ലാ ദൈവമക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ രണ്ടാം വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങയുടെ രണ്ടാം വരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങയുടെ രണ്ടാം വരവ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ് എൻ്റെ യേശു വീണ്ടും വരും, എൻ്റെ യേശു വാനമേഘങ്ങളിൽ വരും. പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന യേശു, ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിക്കുന്നവനായ യേശു വീണ്ടും വരും. അവൻ വാനമേഘങ്ങളിൽ വരും. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒലിവുമലയിൽ അവനിറങ്ങും, ഇസ്രായേൽ രാജ്യം സ്ഥാപിതമാക്കാം, ഒലിവുമലയിൽ അവനിറങ്ങും, എല്ലാവർക്കും പ്രതിഫലം ലഭിക്കും, പ്രവർത്തിക്കനുസൃതമാ, എല്ലാവർക്കും പ്രതിഫലം ലഭിക്കും, പ്രവർത്തിക്കനുസൃതമാ. ജെറുസലേം ജെറുസലേം യേശുവിൻ പാദപീഠമേ, ജെറുസലേം ജെറുസലേം യേശുവിൻ പാദപീഠമേ. ഒരിക്കൽ കൂടെ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. ക്രിസ്തീയ പ്രത്യാശ നിറയട്ടെ. നിരാശ മാറിപ്പോകട്ടെ. അന്ധകാരങ്ങൾ മാറിപ്പോകട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ. മടുപ്പ് മാറട്ടെ. അന്ധത മാറട്ടെ. ബന്ധനങ്ങൾ മാറട്ടെ. ആത്മീയ കൃപ കൊണ്ട് നിറയട്ടെ. കുടുംബങ്ങൾ ഉണരട്ടെ. യേശുവിന് രണ്ടാം വരവിന് വേണ്ടി കുടുംബങ്ങൾ ഉണരട്ടെ. യേശുവിന് രണ്ടാം വരവിന് സമൂഹങ്ങൾ ഉണരട്ടെ. യേശുവിന് രണ്ടാം വരവിന് വേണ്ടി യേശുവിന് രണ്ടാം വരവിൽ യേശുവിനെ എതിരേൽക്കാൻ സഭ ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ആത്മീയ നിരാശ അരുത് എന്നതിനെക്കുറിച്ചാണ്. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി അത്യുത്സാഹപൂർവ്വം ഒരുങ്ങുന്ന ദൈവമക്കളുടെ മേൽ, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ യേശു ക്രിസ്തുവിനെ എതിരേൽക്കാൻ ദൈവം മുദ്ര ചെയ്തിരിക്കുന്ന ദൈവ പൈതലിൻ്റെ മേൽ പൈശാചിക പീഡകൾ കടന്നു വരാം. അങ്ങനെയുള്ള പൈശാചിക പീഡകളിൽ പ്രധാനപ്പെട്ടൊരു പൈശാചിക പീഡയാണ് ആത്മീയ നിരാശ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുണ്ടെങ്കിലും, ദൈവത്തിൻ്റെ വിളിയുണ്ടെങ്കിലും, ദൈവത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ആ പൈതലിനെ പൈശാചിക പീഡ പിടികൂടി ആത്മീയ നിരാശയിൽ ബന്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായം, യേശു ക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യന്മാർ ഇതാ ഒരു കൊച്ചു മുറിക്കുള്ളിൽ ഒത്തിരി ഭാരത്തോടും പ്രയാസത്തോടും ഇരിക്കുകയാണ്.
കാരണമുണ്ട്. അവരുടെ മനസ്സ് ഭാരത്തിൽ, അവരുടെ ഹൃദയം പ്രയാസത്തിലിരിക്കാൻ കാരണമുണ്ട്. ആ ഗെത്സമൻ തോട്ടം തൊട്ട് ഇങ്ങോട്ട് അവർക്ക് സംഭവിച്ചതെല്ലാം പാളിച്ചകളായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 വർഷക്കാലം യേശു ക്രിസ്തു ഊണിലും ഉറക്കത്തിലും കൂടെ കൊണ്ടുകിടന്ന അരിമ ശിഷ്യന്മാർ, അതിൽ തലവനായിരുന്നു പത്രോസ്. യേശു ക്രിസ്തുവിന് പത്രോസിനെ കാണുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിന് പത്രോസിനെ കാണുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ വേർപാടിന് ശേഷം സഭയെ നയിക്കാനുള്ളവൻ, എൻ്റെ വേർപാടിന് ശേഷം അപ്പോസ്തലന്മാർക്ക് നേതൃത്വം കൊടുക്കാനുള്ളവൻ, എൻ്റെ വേർപാടിന് ശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കാനുള്ളവൻ, ഒരുപാട് സ്വപ്നങ്ങളോടെ യേശു ക്രിസ്തു പത്രോസിനെ കണ്ടു. ചിലപ്പോഴെല്ലാം പത്രോസിനെ കാണുമ്പോൾ യേശുവിൻ്റെ സ്വപ്നങ്ങൾ, യേശുവിൻ്റെ പ്രതീക്ഷകൾ യേശു ക്രിസ്തു വെളിപ്പെടുത്തി. യേശു ക്രിസ്തു പറഞ്ഞു, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും, എൻ്റെ താക്കോലുകൾ ഞാൻ ഇവന് കൊടുക്കും, നരക കവാടങ്ങൾ ഇതിനെതിരെ ബലപ്പെടുകയില്ല. ഒരുപാട് യേശു ക്രിസ്തു പ്രതീക്ഷ വെച്ച് പത്രോസിനെ കണ്ടു. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ആ ഗെത്സമൻ തോട്ടത്തിൽ പടയാളികൾ യേശു ക്രിസ്തുവിനെ പിടിച്ച് ബന്ധിച്ചപ്പോൾ പത്രോസ്ലീഹ സ്വന്തം സുരക്ഷ ലക്ഷ്യമാക്കി അവൻ ആ തോട്ടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട്. പീലാത്തോസിന്റെ ഭവനത്തിൽ യേശു ക്രിസ്തുവിനെ പടയാളികൾ കഠിനമായി മർദ്ദിക്കുകയും ദുഷിക്കുകയും പീഡിപ്പിക്കുകയും നിന്ദിക്കുകയും ചെയ്തപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, ഞാൻ ഇവനെ അറിയുക പോലുമില്ല. യേശു ക്രിസ്തുവിനെ പത്രോസ് അപ്പോസ്തലൻ തള്ളി പറഞ്ഞ് കുരിശിൽ കടന്ന് വേദനയോടെ പിടഞ്ഞു മരിച്ചപ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പത്രോസ് അപ്പോസ്തലൻ കുരിശിന് ചുവട്ടിൽ ഉണ്ടായിരുന്നില്ല. കഠിനമായ തിരസ്കരണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാം ക്ഷമിക്കാം. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി യേശു ക്രിസ്തു കണ്ട അപ്പോസ്തലനായ പത്രോസ്, യേശു ക്രിസ്തുവിൻ്റെ വേർപാടിന് ശേഷം അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഇതാ ഒരു വിമത പ്രഖ്യാപനം അവൻ ചെയ്യുകയാണ്. അവൻ പറഞ്ഞു, ഇനി ഈ നസ്രായനായ യേശുവിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഏത് നശിച്ച നേരത്താണ് ഞാൻ അവനെ കണ്ടത്, ഇനി അവനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ പഴയ പണിക്ക് പോവുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, നിങ്ങൾ ആരെങ്കിലും വരുന്നോ? ഉടനെ ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസ്തലന്മാർ പറയുന്ന മറുപടി നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളും നിന്നോടൊപ്പം വരുന്നു എന്ന് പറഞ്ഞ് ഇതാ അപ്പോസ്തലന്മാർ പത്രോസ്ലീഹയുടെ കൂടെ പോവുകയാണ്. നോക്കുക, ഈ അപ്പോസ്തലന്മാർക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി യേശു ക്രിസ്തു കണ്ട നേതൃത്വ നിരയായ പത്രോസ് അപ്പോസ്തലൻ ഇതാ ഈ അപ്പോസ്തലന്മാരെ അവൻ പഴയ പണിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാത്രി അവർ തിബേരിയാസ് കടലിൽ വള്ളവും വലയും ആയി അവർ ഇറങ്ങി. മീൻ പിടിക്കാൻ വേണ്ടി അവർ ഇറങ്ങി. പണ്ട് പരിചയിച്ചുപേക്ഷിച്ച ആ പഴയ പണിക്ക് വേണ്ടി അവർ വീണ്ടും ഇറങ്ങി. ഇത് ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ളൊരു നീക്കമല്ല. ഗുരുവിൻ്റെ വഴിവിട്ട് അവർ ലോകത്തിൻ്റെ പഴയ വഴികളിലേക്ക്, പഴയ താളങ്ങളിലേക്ക്, പഴയ ശീലുകളിലേക്ക് അവർ മടങ്ങിപ്പോവുകയാണ്. ആ രാത്രി യേശു ക്രിസ്തു ഇറങ്ങി. തിബേരിയാസ് കടൽ തീർത്ത് ആ രാത്രി യേശു ക്രിസ്തു ഇറങ്ങി. യേശു ക്രിസ്തു നോക്കുമ്പോൾ തിബേരിയാസ് കടലിൻ്റെ ഓളങ്ങളിൽ, പഴയ ജീവിതത്തിലെ താളങ്ങളിൽ പത്രോസും കൂട്ടരും കടന്ന് താളം തുള്ളുകയാണ്. രാത്രി മുഴുവൻ അവർ നോക്കി, അവർക്ക് ഒരു മീൻ പോലും കിട്ടിയില്ല. യേശു ക്രിസ്തു ആ കടൽക്കരയിൽ നിന്ന് ഉറക്കെ വിളിച്ചു, കുഞ്ഞുങ്ങളെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വരം ആ കടൽ തീരം മുഴുവൻ മാറ്റലുകൊണ്ട് അതവരുടെ കാതുകളിൽ കർണപുടങ്ങളിൽ ചെന്ന് പതിച്ച് യേശു ക്രിസ്തു ചോദിച്ചു, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? അപ്പോസ്തലന്മാർ പറഞ്ഞു, ഇല്ല. യേശു ക്രിസ്തു പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കുക. അവർ ഗുരു പറഞ്ഞതനുസരിച്ച് വലയിറക്കി. വല നിറയോളം, വല കീറിപ്പോകാൻ തക്ക വിധം മീൻ കൊണ്ട് നിറഞ്ഞു. മീനിൻ്റെ പെരുപ്പത്തിൽ അവർ അതിശയം പൂണ്ട്. പത്രോസിന് മനസ്സിലായി അത് കർത്താവാണ്. പത്രോസ് വള്ളത്തിൽ നിന്ന് എടുത്തു ചാടി. മറ്റു ശിഷ്യന്മാരും പത്രോസ് കരയ്ക്കെത്തി. അപ്പോൾ അവർ കണ്ടൊരു കാഴ്ച, രാത്രി മുഴുവൻ വിശന്ന് പൊരിഞ്ഞ് വയറ് എല്ലിനോട് ഒട്ടിയിരിക്കുന്ന ഈ 12 അപ്പോസ്തലന്മാർക്ക് വേണ്ടി കടൽക്കരയിൽ അപ്പവും മീനും വെച്ച് കാത്തിരിക്കുന്ന യേശുവിനെയാണ് അവർക്ക് വയറ് നിറയെ ഭക്ഷിക്കാൻ കൊടുത്ത്. ഒരു വാക്ക് പോലും അവരെ കുറ്റപ്പെടുത്തിയില്ല. ന്യായമായി ചോദിക്കാവുന്ന പല ചോദ്യങ്ങളുണ്ട്. നന്ദി കെട്ടവരെ, ദുഷ്ടന്മാരെ, ഇതൊക്കെയായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. 3 വർഷം ഊണിൽ ഉറക്കത്തിലും അരിമക്കിടാങ്ങളായി കൂടെ കൊണ്ടു നടന്നതാണ്. തക്ക സമയത്ത് എല്ലാവരും ഉപേക്ഷിച്ചു പോയി. നന്ദികേടിനെ കുറിച്ചും അവിശ്വസ്തതയെക്കുറിച്ചും യേശുവിന് പലതും ചോദിക്കാമായിരുന്നു. എന്നാൽ യേശു ഒരക്ഷരം അവരുടെ നന്ദികേടിനെ കുറിച്ച്, അവിശ്വസ്തയെക്കുറിച്ച് മിണ്ടിയില്ല. യേശു ക്രിസ്തു അവർക്ക് വയറ് നിറയെ ഭക്ഷിക്കാൻ കൊടുത്തു. പത്രോസ് അപ്പോസ്തലന് അപ്പവും മീനും കയ്യിലെടുത്തെങ്കിലും വായിലേക്ക് വെച്ച് കടിക്കാൻ തോന്നുന്നില്ല. കാരണം ഗെത്സമൻ തോട്ടത്തിലെ ഓട്ടം അവൻ്റെ ഓർമ്മയിൽ വന്നു. പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് തള്ളി പറഞ്ഞ രംഗങ്ങൾ അവൻ്റെ ഓർമ്മയിൽ വന്നു. കുരിശിൽ കടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുത്തില്ലല്ലോ എന്നുള്ള വേദന അവൻ്റെ മനസ്സിൽ നിറഞ്ഞ്
അതിനെല്ലാം ഉപരി ശിഷ്യന്മാരെ പിളർത്തിക്കൊണ്ടുപോയതിൻ്റെ ദുഃഖവും അവൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് നന്ദികേടിൻ്റെ സംഭവങ്ങൾ അവൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ഒരുപാട് പരാജയത്തിൻ്റെ സംഭവങ്ങൾ അവൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ഒരുപാട് അവിശ്വസ്തയുടെ മുറിവുകൾ അവൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അവിശ്വസ്തതയുടെ മുറിവുമായി നിൽക്കുന്ന പത്രോസ് അവൻ അങ്ങനെ കടൽ തീരത്തിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കണ്ണുകളിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. യേശു ക്രിസ്തു അവനെ സൂക്ഷിച്ചു നോക്കി. അവൻ യേശു ക്രിസ്തുവിനെ നോക്കി. യേശു ക്രിസ്തു അവനോട് ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പീറ്റർ, പീറ്റർ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇന്ന് വരെ നിനക്ക് സന്തോഷം നൽകിയ, ഇന്ന് വരെ നിനക്ക് ശക്തി നൽകിയ, ഇന്ന് വരെ നിന്നെ ആനന്ദിപ്പിച്ചിരുന്ന നിന്റെ കൂട്ടുകെട്ടുകൾ, നിന്റെ പഴയ ജീവിത രീതികൾ, നിന്റേതായ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ, ഇതെല്ലാം യേശു ക്രിസ്തു പത്രോസിനെ കാണിച്ചു കൊടുത്തിട്ട് പത്രോസിനോട് ചോദിക്കുകയാണ്, പീറ്റർ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇതിനേക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിൻ്റെ മനസ്സിൽ ഒരുപാട് മനോവേദനയുണ്ട്. ഒരുപാട് അവിശ്വസ്തരെയും പാപത്തിൻ്റെയുമായ ഓർമ്മയുണ്ട്. അതും ഈശോ പറഞ്ഞു. ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അവിശ്വസ്തയുടെ ഓർമ്മയെക്കാളൊക്കെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇതാണ് ഈശോയ്ക്ക് ചോദിക്കാനുള്ളത്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, യേശുവേ, ഞാനെങ്കിൽ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു പത്രോസ് അപ്പോസ്തലനെ വലിയ അഭിഷേകം കൊടുത്ത് ഉയർത്തുന്ന രംഗമാണ് തിബേരിയാസ് കടൽ തീരത്ത് നാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പൈതലിൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള അവിശ്വസ്തയുടെ മുറിവുകൾ ഉണ്ടാകാം. ഇതുപോലുള്ള വീഴ്ചയുടെ ചരിത്രങ്ങൾ ഉണ്ടാകാം. മകനെ, മകളെ, നിന്റെ വീഴ്ചയുടെ ആഘാതത്തെ ഓർത്ത് നീ ഇന്ന് മനസ്സ് തേങ്ങിയിരിക്കരുത്. നിന്റെ അവിശ്വസ്തത മുറിവോർത്ത് നീ ഇന്ന് നിരാശപ്പെട്ടിരിക്കരുത്. നീ ഇന്ന് ആത്മീയ നിരാശയിൽ പൂണ്ടിരിക്കരുത്. അപ്പോസ്തലനായ പത്രോസ് ചിന്തിച്ച്, എൻ്റെ ഗുരു എന്നെ 3 വർഷം കൂടെ കൊണ്ടു നടന്ന്, എൻ്റെ ഗുരു എനിക്ക് ഒന്നും നിഷേധിച്ചിട്ടില്ല, എൻ്റെ ഗുരു എന്നെ അധികമായി സ്നേഹിച്ച്, എന്നിട്ട് ഞാൻ എൻ്റെ ഗുരുവിനെ ഇങ്ങനെ ചെയ്തല്ലോ. പത്രോസ് അപ്പോസ്തലൻ്റെ മനസ്സിൽ ആ തിബേരിയാസ് കടൽ തീരത്ത് നൊമ്പരത്തിൻ്റെ സമയങ്ങളായിരുന്നു അത്. എന്നാൽ യേശു ക്രിസ്തു അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. യേശു ക്രിസ്തു പറഞ്ഞു, പീറ്റർ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? നിൻ്റെ ഈ ചെറിയ ചെറിയ ചിന്തകളൊക്കെ വിട്ടുകള. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ നിന്നെ എൻ്റെ സഭയുടെ തലവനായി അഭിഷേകം ചെയ്യുന്നു. അപ്പോസ്തലനെ പുതിയ അഭിഷേകം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് യെശയ്യായുടെ പുസ്തകം 42-ാം അധ്യായത്തിൽ 16-ാം വാക്യം. അവരുടെ മുമ്പിലുള്ള അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കും, ദുർഘട ദേശങ്ങളെ ഞാൻ നിരപ്പുള്ളതാക്കും, ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ ഇതെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. 112-ാം സങ്കീർത്തനത്തിൽ 4-ാമത്തെ വാക്യം, പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഹൃദയ പരമാർത്ഥതയുള്ളൊരു പൈതലാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഒരു വീഴ്ച ഉണ്ടെങ്കിൽ പോലും, നിങ്ങൾക്കൊരു പരാജയം സംഭവിച്ചാൽ പോലും, നിങ്ങളുടെ ഹൃദയ പരമാർത്ഥത നിങ്ങളുടെ രക്ഷയ്ക്കും നിങ്ങളുടെ അനുഗ്രഹത്തിനും കാരണമാകും. യേശു ക്രിസ്തു നിങ്ങളെ വീണ്ടും ഉയർത്തും. യേശു ക്രിസ്തു നിങ്ങളെ വീണ്ടും അനുഗ്രഹിക്കും. ആത്മീയ നിരാശ അരുത്. ആത്മീയ നിരാശയിൽ നീ കുടുങ്ങിക്കിടക്കരുത്. കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ ഉയർത്തി ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, ഒത്തിരി അവിശ്വസ്തതയുടെ മുറിവുകളുണ്ട്. അവിടുന്ന് ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്, അവിടുന്ന് ഒത്തിരി വളർത്തി, അവിടുന്ന് ഒത്തിരി അഭിഷേകം ചെയ്ത്, അവിടുന്ന് ഒത്തിരി കൈപിടിച്ച് നടത്തി. എങ്കിലും ഒരുപാട് അവിശ്വസ്തതയുടെ മുറിവുകൾ, ഒരുപാട് വീഴ്ചയുടെ ഓർമ്മകൾ, ഒരുപാട് പരാജയത്തിൻ്റെ നൊമ്പരങ്ങൾ, ഈ ദുഃഖത്തിലേക്ക്, ഈ വേദനയിലേക്ക്, ഈ ആത്മീയമായ നിരാശ നിറഞ്ഞ അനുഭവത്തിലേക്ക് യേശുവേ ഈ നിമിഷങ്ങളിൽ അത്ഭുതകരമായി എഴുന്നള്ളി വരണമേ. എല്ലാ മക്കളും കണ്ണടച്ച് വ്യക്തിപരമായ ആത്മീയ നൊമ്പരങ്ങൾ സമർപ്പിച്ച് യേശു ക്രിസ്തു സന്നിധിയിൽ ഉറക്കെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തിൻ്റെ പ്രലോഭനത്തിൽ ബന്ധിക്കപ്പെട്ട്, പാപത്തിൻ്റെ പ്രലോഭനത്തിൽ ആകർഷിക്കപ്പെട്ട് യേശു ക്രിസ്തുവിൽ നിന്ന്, പിതാവിൽ നിന്ന് അകന്നു പോയ മകനെ, മകളെ ഇപ്പോൾ കരഞ്ഞ് അവിടുത്തെ വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറുദീസ പോലും നഷ്ടപ്പെടുത്തിയ മകനെ, പാപത്തിൻ കനി തിന്നു പറുദീസ പോലും നഷ്ടപ്പെടുത്തിയ മകളെ, ചക്രവാളങ്ങൾക്കുമപ്പുറം പോയാലും ഞാൻ നിന്നെ പിന്തുടർന്നിടും. ചക്രവാളങ്ങൾക്കുമപ്പുറം പോയാലും ഞാൻ നിന്നെ പിന്തുടർന്നിടും. എൻ സ്നേഹം പിരിയുക
മറയില്ല. എല്ലാവരും കരങ്ങൾ ഉയർത്തി ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ അത്ഭുതകരമായ ദൈവസ്നേഹാഭിഷേകം നിറയട്ടെ. ഒരിക്കലും പിരിയാത്ത, ഒരിക്കലും ഉപേക്ഷിക്കാത്ത, ഒരിക്കലും കൈവിടാത്ത ദൈവത്തിന്റെ അത്ഭുത സ്പർശനങ്ങൾ, അത്ഭുത ഇടപെടലുകൾ, അത്ഭുത സ്നേഹാഭിഷേകങ്ങൾ ഇപ്പോൾ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. തിബേരിയാസ് കടൽ തീരത്ത് അപ്പോസ്തലന്മാർക്കുണ്ടായ അഭിഷേകങ്ങൾ, അനുഭവങ്ങൾ ഓരോ ഹൃദയങ്ങളിലേക്ക് ലഭിക്കാൻ തക്കവിധം യേശുവേ ഈ നിമിഷങ്ങളിൽ ഓരോ കുടുംബങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം നൽകണമേ. ഈ നിമിഷങ്ങളിൽ കരഞ്ഞു വിളിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും യേശുവേ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആത്മീയ നിരാശ നിരവധി വ്യക്തികളെ ഇന്ന് ആത്മീയ മേഖലയിൽ തളർത്തുകയാണ്. ദൈവമേ, ഈ നിമിഷങ്ങളിൽ എൻ്റെ ആത്മീയ നിരാശയെ ഞാൻ സമർപ്പിക്കുന്നു. ഒത്തിരി കാലമായി ഒരുപാട് ധ്യാനങ്ങൾ കൂടി ഇന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ചിലപ്പോഴെല്ലാം വീണു പോകുന്ന കർത്താവേ, ഞാൻ സുരക്ഷിതനാണ്, ഇനി ഞാൻ ഒരിക്കലും പാപത്തിൽ വീഴുകയില്ല എന്ന് ചിന്തിക്കുമ്പോഴേക്കും പെട്ടെന്ന് പാപത്തിൽ നിപതിക്കുന്ന കർത്താവേ, ചിലപ്പോഴെങ്കിലും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ലോകത്തിൽ പാപത്തിൽ നിന്ന് മോചനമില്ലേ? എത്ര ശ്രമിച്ചിട്ടും എൻ്റെ ഈ തിന്മകൾ എന്നെ വിട്ടുപോകുന്നില്ല. എൻ്റെ ആത്മീയ തീഷ്ണത കുറഞ്ഞു, എൻ്റെ ഉത്സാഹം മങ്ങി. ഇന്ന് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു മുരടിപ്പ് തോന്നുകയാണ്, ഒരു ആത്മീയമായൊരു നിരാശ. കർത്താവേ, ഇന്ന് ഈ നിമിഷം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ വേദനയിലേക്ക് കടന്നു വരണമേ. കർത്താവേ, ഇന്ന് ഞാൻ ഒത്തിരി ദൂരെയാണ്. എൻ്റെ പഴയ ജീവിതത്തിൻ്റെ ഓരോരോ സ്വഭാവങ്ങളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാലത്ത് എത്രയോ തീഷ്ണമായി വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിച്ചിരുന്നു, എത്രയോ മുന്നേറി, എത്രയോ ഉയർന്നിരുന്നു, എത്രയോ പ്രാർത്ഥനാഭിഷേകത്തിലായിരുന്നു. എന്നാൽ പത്രോസ് അപ്പോസ്തലനെ പോലെ പഴയ വള്ളവും പഴയ വലയും ഇങ്ങോട്ടെടുത്ത് പഴയ ജീവിതത്തിൻ്റെ ഓരോ സ്വഭാവങ്ങളുമായി ഇന്നെൻ്റെ ജീവിതം ഞാൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, എൻ്റെ ഈ ആത്മീയ അധപ്പതനത്തിലേക്ക് ഞാൻ ആത്മീയമായി അധപ്പതിച്ച് അങ്ങിൽ നിന്ന് ഒത്തിരി ദൂരെയായി. കർത്താവേ, എൻ്റെ ഈ വേദനയിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുക, കണ്ണടച്ച് രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് യേശു കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഇതാ നമ്മുടെ ദൈവം, ഇതാ ഈ ദൈവത്തിന് വേണ്ടിയാണല്ലോ നാം കാത്തിരുന്നത്. മകനേ, മറന്നകന്നോ നിന്റെ ഭവനം, പാഴ്മരുവിൽ ഏകനായി നീ പോയതെവിടെ? ദൈവമേ, തിരിച്ചു വരും നിന്നെ മാറോടു ചേർക്കാൻ കാത്തു നിൽക്കുന്നിതാ ഇന്നും സ്നേഹപിതാവു ഞാൻ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ വിളിക്കുക. ദൈവത്തിന്റെ അത്ഭുതകരമായ സ്നേഹം വ്യാപരിക്കുന്നു. എല്ലാ ഹൃദയങ്ങളെയും ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ അഭിഷേകം ചെയ്യുന്നു. കർത്താവായ യേശുവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ കിടക്കുന്ന എല്ലാ നൊമ്പരങ്ങളും അങ്ങ് കാണണമേ കർത്താവേ. എത്രയോ നാളുകളായി എൻ്റെ ഉള്ളിൽ ഒത്തിരി നിരാശ എന്നെ ബാധിക്കുകയാണ്. എൻ്റെ മനസ്സ് വേദന കൊണ്ട് നീറുകയാണ്. കർത്താവേ, കുറേ കാലം വിശുദ്ധിയിലും കൃപയിലും ഞാൻ വളർന്നു, എന്നാൽ വീണ്ടും വീണ്ടും വീണു പോവുകയാണ്. കർത്താവേ, എൻ്റെ ആത്മാവിനെ വെടിപ്പോടെ സൂക്ഷിക്കാൻ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടതിനെ ഓർത്ത് ഇതെനിക്ക് ദുഃഖമുണ്ട്. കർത്താവേ, ഇന്ന് എൻ്റെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇന്ന് ശക്തമായി വ്യാപരിക്കുകയാണ്. ഇന്നെപ്പോഴും എനിക്കൊരു പ്രയാസമാണ്, ഇന്നെപ്പോഴും എനിക്കൊരു മനോഭാരമാണ്, ഇന്നെപ്പോഴും എനിക്കൊരു മനോവിഷമമാണ്. എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വളർന്നില്ലല്ലോ, എൻ്റെ ദൈവം പോലെ വിശുദ്ധിയിൽ ഉയരാൻ പറ്റിയിട്ടില്ലല്ലോ, എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥനയിൽ വളരാൻ പറ്റിയില്ലല്ലോ, എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ശുശ്രൂഷകൾ ഉയരാൻ പറ്റിയില്ലല്ലോ, എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ.
കർത്താവെ, ആ പത്രോസ് അപ്പോസ്തലനോടൊപ്പം അതേ വേദനയോടെ ഈ നിമിഷങ്ങളിൽ ഞാനും പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ വേദനയറിയാൻ കണ്ണിൽ പൊടിയുന്ന മിഴിനീരു കാണാൻ, മനസ്സിൻ്റെ വേദനയറിയാൻ കണ്ണിൽ പൊടിയുന്ന മിഴിനീരു കാണാൻ, പൈതാഹമേറി പിടയുന്ന നിന്നുടെ മനസ്സിന്റെ വേദന പിതാവേ, മറ്റാർക്കുമാവില്ലെന്നറിയുമ്പോഴൻ കുഞ്ഞെ ഓർക്കുക നിൻ താതനേ എന്നും കാത്തിരിക്കുന്നു. എല്ലാ ദൈവമക്കളും ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തട്ടെ. ഈ നിമിഷങ്ങളിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്മാറ്റത്തിലേക്ക് പോയവർ, ആത്മീയ നിരാശയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, സാത്താൻ ഒത്തിരി ദുർബോധ്യങ്ങൾ നൽകി, വികടചിന്തകൾ നൽകി, എതിർചിന്തകൾ നൽകി, ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ നൽകി മനസ്സിനെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവായ യേശു ക്രിസ്തു കെട്ടുകളിൽ അഴിച്ച് വിടുവിക്കുന്നു. നിരാശയുടെ കെട്ടുകൾ അഴിക്കുന്നു, മനോഭാരത്തിൻ്റെ കെട്ടുകൾ അഴിക്കുന്നു, ആത്മീയ നൊമ്പരങ്ങളിൽ കർത്താവ് സൗഖ്യം നൽകുന്നു. ഇതാ കൃപയുടെ കർത്താവ് സ്പർശിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിക്കട്ടെ. വന്നുപോയ എല്ലാ ആത്മീയ അപശയങ്ങളെ ഓർത്ത് കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് കൈകൾ ഉയർത്തുന്നവർക്ക് അത്ഭുതകരമായ സൗഖ്യമുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയ പരമാർത്ഥതയുള്ളവൻ പരാജയപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയ പരമാർത്ഥതയുടെ കരങ്ങൾ ഉയർത്തുക. ദൈവമായ കർത്താവിനെ വിളിക്കുക. പൊട്ടിക്കരഞ്ഞ് വിളിക്കുക, നിലവിളിക്കുക. യേശു ക്രിസ്തു അത്ഭുത സൗഖ്യങ്ങൾ നൽകുന്നു. ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുന്നു, മനസ്സിനെ സ്പർശിക്കുന്നു, ആത്മാവിനെ സുഖപ്പെടുത്തുന്നു. പാപചങ്ങലകൾ പൊട്ടുന്നു, അത്ഭുത വിടുതൽ ലഭിക്കുന്നു. ദുശീലങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദുശീലങ്ങൾ വിട്ടുപോകട്ടെ. ആത്മീയ ബന്ധനങ്ങൾ അഴിയട്ടെ. ആത്മീയ നിരാശ വിട്ടുപോകട്ടെ. ആത്മീയ മടുപ്പ് മാറിപ്പോകട്ടെ. ആത്മാവെ, ഈ നിമിഷങ്ങളിൽ എല്ലാ ഹൃദയങ്ങളിലേക്കും വ്യാപരിച്ച് എല്ലാ ഹൃദയങ്ങളെ കഴുകണമേ. യേശു ക്രിസ്തുവിന് വേണ്ടി വെടിപ്പുള്ളതാക്കണമേ. ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ജീർണതകൾ വിട്ടുപോകട്ടെ. ഉള്ളിൽ വിങ്ങുന്ന വേദനകൾ സൗഖ്യമാകട്ടെ. ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ സൗഖ്യമാകട്ടെ. കർത്താവെ, കുഞ്ഞുനാൾ മുതൽ ഈ നിമിഷം വരെ അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡക ശക്തികളെയും അത്ഭുതകരമായി അവിടുന്ന് തകർത്ത് കളയണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പീഡക ശക്തികളോട് കൽപ്പിക്കുന്നു. ദൈവമക്കളെ വിട്ടുപോവുക. ദുരാത്മാവെ, ദുർഭൂതങ്ങളെ, അന്ധകാര ശക്തികളെ, പാപസേനകളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. ദൈവമക്കളെയും അവരുടെ കുടുംബങ്ങളെയും വിട്ടുമാറിപ്പോവുക. വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മകനെയും മകളെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകല നാരകീയ സേനകളും ദുഷ്ടാത്മ ശക്തികളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, എല്ലാ വേദനകളും, മനസ്സിൻ്റെ എല്ലാ നൊമ്പരങ്ങളും, എല്ലാ സങ്കടങ്ങളും അങ്ങയുടെ തിരുപ്പാദത്തിലേക്ക് ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവേ, സ്പർശിക്കണമേ, സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണിൽ പൊടിയുന്ന മിഴിനീരു കാണാൻ, പൈതാഹമേറി പിടയുന്ന നിന്നുടെ മനസ്സിൻ്റെ വേദന അറിയാൻ, മറ്റാർക്കുമാവില്ലെന്നറിയുമ്പോഴൻ കുഞ്ഞെ ഓർക്കുക നിൻ താതനേ എന്നും കാത്തിരിക്കുന്നു.